എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് Amazon.in ഒരു പുതിയൊരു ഹിഡൻ ചാർജസിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും Amazon.in നിന്ന് ഒരു ദിവസം പല ഓർഡറുകൾ ചെയ്യുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ ഒരാഴ്ച പല ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്ന ആൾക്കാരാവാം. അപ്പം ഇപ്പോൾ പുതുതായിട്ടൊന്ന് നോട്ടീസ് ചെയ്യുവാണെങ്കിൽ Amazon.in ഒരു മാർക്കറ്റ് ഫീ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഹിഡൻ ചാർജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹിഡൻ ചാർജ് എന്ന് പറയുന്ന കാര്യം, ഇത് ആമസോൺ പ്രൈം ഉപയോഗിക്കുന്നവർക്ക് അറിയാത്തൊരു വസ്തുതയാണ്. അപ്പം ഇത് ഞാൻ തന്നെ ഇത് ആക്ച്വലി കൊണ്ടുവന്നിട്ട് കുറേ നാളായെങ്കിലും ഞാൻ തന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, ഈ ആമസോൺ ഓർഡർ ചെയ്യുമ്പം ഓരോ ഓർഡറിനും 5 രൂപ 3 രൂപ വീതം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പ്രീവിയസ് ഓർഡറിൽ കയറി നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ശരിയാണ്, ഓരോ ഓർഡറിനും 3 രൂപ 5 രൂപ വെച്ച് Amazon.in ഓർഡറിൽ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും മിക്കവരും ആമസോൺ പ്രൈം സബ്സ്ക്രൈബേഴ്സാണ്. ആമസോൺ പ്രൈം സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൈം മെമ്പറാണ്. പ്രൈം മെമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ഡെലിവറിയാണ് അവിടെ വരുന്നത്. ആമസോൺ പ്രൈം എന്നുള്ള ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറിയാണ്, അഡീഷണൽ ചാർജസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ എന്നാലും ഒരു ഹിഡൻ അഡീഷണൽ ചാർജസ് ഈടാക്കുന്നുണ്ട്. ഒരു വർഷം 1949 രൂപയാണ് നമ്മൾ ആമസോൺ പ്രൈമിന് കൊടുക്കുന്നത്, 1499 റുപ്പീസ്. ആമസോൺ പ്രൈം സബ്സ്ക്രൈബർ ആകുന്നു, എല്ലാം കഴിഞ്ഞിട്ടും ഓരോ ഓർഡറിനും മാർക്കറ്റ് ഫീ ആയിട്ട് അഡീഷണൽ ചാർജസ് നമ്മുടെ നിന്ന് ഈടാക്കുവാണ്. അതായത് ഒരു ദിവസം ഒരു 10 ഓർഡർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് 50 രൂപയാണ് ഒരു ദിവസം ആവുന്നത്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാണ്ട് പഴയതുപോലെ ഓർഡേഴ്സ് എല്ലാം ഗ്രൂപ്പ് ചെയ്യാണ്ട് ഒരു ദിവസം 10 ഓർഡർ വെച്ച് പോവുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ ചില ഓർഡേഴ്സിന് കാണുന്നില്ല, ചില ഓർഡേഴ്സിന് മാർക്കറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 600 രൂപയാണെങ്കിൽ 5 രൂപ മാർക്കറ്റ് ഫീ ആയിട്ട് പോവുകയാണ്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് 5 റുപ്പീസ്, ചിലയിടത്ത് 2.50 റുപ്പീസ്, ചില സമയത്ത് ഇല്ല, ചിലയിടത്ത് 5 റുപ്പീസ്, ഇങ്ങനെ പലതുമായിട്ട് ചെയ്യുവാണ്. ആമസോണിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്, മാർക്കറ്റ് ഫീ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഫീ ചാർജ് ചെയ്തിരിക്കുകയാണ്. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഈ മാർക്കറ്റ് ഫീ റീഫണ്ടബിൾ അല്ല, നോൺ റീഫണ്ടബിൾ. ഓക്കെ, ആമസോണിൻ്റെ തന്നെ സപ്പോർട്ടിലുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ മാർക്കറ്റ് ഫീ, എന്താണ് ഇതിൻ്റെ എക്സ്ക്ലൂഷൻസ് ഒക്കെ പറഞ്ഞിട്ട്, ഇത് എങ്ങനെയാണ് പ്രൈം കസ്റ്റമേഴ്സിന് ആപ്ലിക്കബിൾ ആണോ, എല്ലാ ഡീറ്റെയിൽസും Amazon.in സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഹൗ ക്യാൻ ഐ ഫൈൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മാർക്കറ്റ് പ്ലേസ് ഫീ ഇൻ മൈ ഓർഡർ, അതിൻ്റെ റീഫണ്ടിങ് ചാർജസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം. ഓക്കെ, ഇവിടെ നമ്മുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം 1499 റുപ്പീസ് നമ്മുടെ നിന്ന് മേടിച്ച് ആമസോൺ പ്രൈം സബ്സ്ക്രൈബർ ആണ്, ഫ്രീ ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് ഹിഡൻ ചാർജിൻ്റെ കൂട്ടത്തിൽ ഈ മാർക്കറ്റ് ഫീ പ്ലേസ് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഈടാക്കുവാണ്. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നാൽ പിന്നെ 1499 പ്രൈസ് കൂട്ടിക്കൂടെയെന്ന് ചോദിച്ചാൽ, ഇതൊരു ഹിഡൻ സെയിൽസ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പ്രൈം മെമ്പർഷിപ്പിൻ്റെ വില കൂട്ടാനുള്ള ഒരു ധൈര്യം ഇല്ലാണ്ട് ഓരോ ഓർഡറിലും 5 രൂപ 2 രൂപ പൈസ വാങ്ങി ഉപഭോക്താവിനെ അറിഞ്ഞോ അറിയാതെയോ സമ്മതിപ്പിക്കാതെ ചതിക്കുന്ന ഒരു സംഭവം സൈലൻറ്റ് ചീറ്റിംഗ് അല്ല എന്ന് പറയാതിരിക്കാനാവില്ല. നമ്മൾ ഒരുപക്ഷെ നെറ്റ്ഫ്ലിക്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, നെറ്റ്ഫ്ലിക്സ് ഒരു മാസം 149 അല്ലെങ്കിൽ 199 റുപ്പീസ് ചാർജ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം 2000 രൂപയിൽ കൂടുതൽ ചാർജ് ചെയ്തിട്ടും ഡെലിവറി പ്രൈം പോലാത്ത കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പ്രൈം ഒബ്വിയസ്ലി ഇത്രയും ചാർജ് ചെയ്യുന്നതിൽ കുറവ് തന്നെയാണ്, അഡീഷണൽ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. പക്ഷേ അത് അവർക്ക് എങ്ങനെ ചാർജ് ചെയ്യാമെന്ന് വെച്ചാൽ 1499 റുപ്പീസിന് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാം. അതല്ലാണ്ട് പ്രൈം മെമ്പർ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഫീ എന്ന് പറഞ്ഞാൽ ഹിഡൻ ചാർജസ് പെർ ഓർഡർ ചാർജ് ചെയ്യുന്നത് ഒരു സൈലൻറ്റ് ചീറ്റിംഗ് തന്നെയാണ്. ആമസോൺ പ്രൈംകാരുടെ ഹിഡൻ സർപ്രൈസസ് കഴിഞ്ഞിട്ടില്ല. ആമസോൺ പ്രൈം മീഡിയ ഇനി മുതൽ 4 to 6 minutes ഓഫ് ആഡ്സ് പെർ അവർ ഓഫ് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു മന്ത് 129 രൂപ അല്ലെങ്കിൽ ഒരു വർഷം 699 രൂപ അഡീഷണൽ പേ ചെയ്താൽ മാത്രമേ ഈ പരസ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതിനവർ പറയുന്നത് TV പരസ്യത്തിനെ കാട്ടി കുറച്ച് ദൈർഘ്യം മാത്രമേ ഇതിനുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇത് അടുത്ത വരുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി തുടങ്ങിക്കഴിഞ്ഞു. ഇത് നോക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം 1490 റുപ്പീസ് അഡീഷണൽ കൂട്ടി 2000 രൂപ ഈടാക്കിയാൽ ആൾക്കാർ പോകുമെന്ന് മേടിച്ചിട്ട് ഇവർ സ്ട്രീമിംഗ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, ഓരോ ഓർഡറിനും മാർക്കറ്റ് ഫീ ആഡ് ചെയ്യുന്നു, ഡെലിവറി ഒപ്റ്റിമൈസേഷൻ്റെ പേരിൽ കുറച്ച് കാര്യങ്ങൾ. അൾട്ടിമേറ്റ്ലി ആമസോൺ ഒരു പ്രൈം എന്ന് പറഞ്ഞാൽ ഫ്രീ ആണെന്നുള്ള ഒരു പ്രോമിസ് ബ്രേക്ക് ചെയ്യുവാണ്. ബെയ്റ്റ് ആൻഡ് സ്വിച്ച് മോഡൽ.
ചുരുക്കി പറഞ്ഞാൽ ആമസോൺ പ്രൈമിൻ്റെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് കൂട്ടിയില്ലെങ്കിലും ഇനി മുതൽ ആഡ് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഇയർലി ചാർജസ് കൊടുക്കണം. മാർക്കറ്റ് ഫീ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എല്ലാ ഓർഡേഴ്സും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പ്ലീസ് ബി അവെയർ.